ഇതെല്ലാം ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മലപ്പുറം ജില്ല വിഭജിക്കണം. മലപ്പുറം ജില്ലയിലെ 47-50 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ, അവരിലേക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യം, അത് ശാസ്ത്രീയമായി നടപ്പാൻ കഴിയുന്ന ഘടന മലപ്പുറം ജില്ലയിൽ ഇല്ല എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാവുകയാണ്. മലപ്പുറം ജില്ലയിലെ 2001 സെൻസസ് പ്രകാരം 41 ലക്ഷമാണ്. ഏറെക്കുറെ 50 ലക്ഷത്തോളം ആളുകൾ നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട്. ഈ ജനങ്ങൾ ഇന്നും ഒരു കളക്ടറേറ്റിനെ മാത്രം ആശ്രയിക്കുന്നു. എല്ലാ മേഖലയിലും, അത് ആരോഗ്യ മേഖലയിലാവട്ടെ, പഞ്ചായത്ത് തലങ്ങളിലാവട്ടെ, താലൂക്ക് തലങ്ങളിലാവട്ടെ, നമ്മുടെ നാട് വികസിക്കേണ്ട സകല മേഖലകളും യഥാർത്ഥത്തിൽ വളരെ മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്ന, ഫയലുകൾ മുന്നോട്ട് നീങ്ങാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ജില്ലയിലുള്ളത്. ഈ പ്രശ്നത്തിന് സത്യസന്ധമായ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ എന്തേ സാധിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണുമ്പോഴാണ് SDPI ഈ സമരം നടത്തുന്നതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത്. VD സതീശൻ നമ്മുടെ നാട്ടിൽ വരാൻ പോവുകയാണ്. അവർ വലിയ ജാഥ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. LDF-കാരെ ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ, CPM-ന്റെ നേതൃത്വത്തിൽ, LDF-ന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒട്ടാകെ ജാഥ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് SDPIക്ക് ഈ വിഷയത്തിൽ ഈ പറയുന്ന മുന്നണികളോട് പറയാനുള്ളത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന, മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏക ഉറപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ, അത് LDF ആവട്ടെ UDF ആവട്ടെ, ഏത് മുന്നണിയാണെങ്കിലും അധികാരത്തിൽ വന്നാൽ മലപ്പുറം ജില്ല വിഭജിച്ച് ഇവിടെ നിലനിൽക്കുന്ന ഭരണപരമായ പ്രശ്നങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തീർക്കുമെന്ന് ഉറപ്പ് പറയാൻ VD സതീശന് കഴിയുമോ? PK കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയുമോ? പിണറായി വിജയന് കഴിയുമോ? ഗോവിന്ദൻ മാഷിന് കഴിയുമോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ ഇനിയും ഈ പറയുന്ന LDF-നും UDF-നും വോട്ട് ചെയ്ത് നമ്മൾ അവരെ വിജയിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ മനസ്സിലാക്കണം. ഇനിയും നമ്മൾ എത്ര കാലം ഇവരെ കാത്തു നിൽക്കണം? എത്ര കാലം കാത്തു നിൽക്കണം? 7, 8, 10, 12 ലക്ഷങ്ങൾ ആളുകൾ മാത്രമുള്ള ജില്ലകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇടുക്കി ജില്ലയിലെ, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ, ആലപ്പുഴ ജില്ലയിലൊക്കെ ജനസംഖ്യ നമുക്കറിയാം. 3-4 ജില്ലകളിൽ താമസിക്കുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ ഈ മലപ്പുറം ജില്ലയിൽ, ഈ പൊന്നാനി മുതൽ അങ്ങ് നിലമ്പൂര് വരെയുള്ള മലപ്പുറം ജില്ലയിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെ, ഒന്നാമത്തെ പ്രശ്നത്തെ, ഈ നാട്ടിലൊരു സർക്കാർ ഉണ്ടാവുക, ആ സർക്കാരിന് ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തീർക്കുക, അവരെ ഭരണപരമായ പ്രതിസന്ധികൾ തീർക്കുക എന്നതാണല്ലോ ഒരു ഭരണകൂടത്തിന്റെ, ഒരു സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ വിഭജിക്കുക എന്നുള്ളതാണ്. എന്തേ നിങ്ങളുടെ മുമ്പിൽ ഇത്ര വലിയ വെല്ലുവിളിയായി തീർന്നിട്ടുള്ളത്? എന്താ വെല്ലുവിളിയായി തീർന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഇന്ന് LDF-നാവട്ടെ UDF-നാവട്ടെ, ആ മുന്നണികൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാവട്ടെ, നട്ടലോടുകൂടി ഒരു തീരുമാനമെടുക്കാനുള്ള ആംബിയൻസ് ഈ പറയുന്ന ഒരു നേതാക്കൾക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം 1969 നമുക്കറിയാം, 1960-ലാണ് മംഗള മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന അഡ്വക്കേറ്റ് P. അബ്ദുൾ മജീദ് ആദ്യമായി നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. മലപ്പുറം ജില്ല രൂപീകരിക്കണമെന്ന്. അന്ന് മലപ്പുറം ജില്ലയിലെ പകുതി ഭാഗങ്ങളിൽ നിന്ന്, വേങ്ങരയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ, അന്ന് പാലക്കാട് ജില്ല മാത്രമാണ് ഉണ്ടായിരുന്നത്, അവിടേക്കായിരുന്നു റേഷൻ കാർഡ് ശരിയാക്കാൻ വേണ്ടി അവർ അന്നത്തെ കാലഘട്ടത്തിൽ യാത്ര ചെയ്തിരുന്നത്. ഇന്നത്തെ പോലെ ഒരു സൗകര്യവുമില്ലാത്ത കാലഘട്ടത്തിൽ. അന്ന് 1960 നിയമസഭയിൽ അഡ്വക്കേറ്റ് P. അബ്ദുൾ മജീദ്
കേരളത്തിൽ നടന്ന പ്രതിനിധിയാണ് ഉണ്ടായിരുന്നത്. ഒരു നിലക്കും മലപ്പുറം ജില്ല രൂപീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, കേരളത്തിന്റെ ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പന ഉൾപ്പെടെയുള്ള ആളുകൾ അന്നത്തെ ജനസംഘത്തിന്റെ കൂടെ RSSന്റെ കൂടെ ഇരുന്നുകൊണ്ട് ഇതാ മലപ്പുറം ജില്ല എന്ന് പറയുന്ന ജില്ല രൂപീകരിക്കാൻ പോവാണ്. അത് മലപ്പുറം ജില്ലയല്ല, അത് പാകിസ്ഥാനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ല രൂപീകരണം നടക്കാൻ പാടില്ല. എന്താ കാരണം? ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്തേ മലപ്പുറം ജില്ല രൂപീകരിക്കാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നത്? മലപ്പുറം ജില്ലയിലെ മഹാഭൂരിഭാഗം വരുന്ന ആളുകളും മുസ്ലിങ്ങളാണ്. അത് നേർക്കുനേരെ അംഗീകരിച്ച് മാത്രമേ ഈ പ്രക്ഷോഭത്തിന് നമുക്ക് നേതൃത്വം നൽകാൻ കഴിയുകയുള്ളൂ. ഈ പ്രശ്നത്തെ കൂന്താലി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞതുപോലെ മലപ്പുറം ജില്ല നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്, മലപ്പുറം ജില്ല ഇപ്പോൾ വിഭജിക്കാൻ സമ്മതിക്കാത്തതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മഹാഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പാടില്ല. മലപ്പുറം ജില്ല വിഭജിച്ചാൽ വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ, കുറച്ച് ഹിന്ദുക്കളുടെയും അതുപോലെ മറ്റ് സമുദായങ്ങളുടെയും അവകാശങ്ങളും ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. മലപ്പുറം ജില്ല അങ്ങനെ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി, മുസ്ലിങ്ങളുടെ ഗുണത്തിന് വേണ്ടി നിങ്ങൾ വിഭജിക്കേണ്ട എന്നതാണ് യഥാർത്ഥത്തിലുള്ള താല്പര്യം. എന്തെങ്കിലും ഈ കാര്യത്തിന് സംശയമുണ്ടോ? അന്ന് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണിയിൽ ഈ മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്ന ഘട്ടത്തിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ കഴിഞ്ഞ കാല നേതാക്കന്മാരുടെ ആത്മവീര്യത്തിന്റെ അല്പമെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. അന്ന് ബഹുമാനപ്പെട്ട വാഫഖി തങ്ങൾ ആ സപ്തകക്ഷി ഭരണം അധികാരത്തിൽ കയറുന്നതിന്റെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട വാഫഖി തങ്ങൾ ആ മുന്നണിയുടെ മുമ്പിൽ മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഒരു ജില്ല രൂപീകരിക്കണം, അത് മുന്നണിയുടെ നയപരമായ തീരുമാനമായി രേഖയായി എടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ ആവശ്യം യഥാർത്ഥത്തിൽ 100% പരിഗണിക്കുന്നതിൽ ആ മുന്നണി പരാജയപ്പെട്ടു. പക്ഷേ ഇൻ പ്രിൻസിപ്പൽ, തത്വത്തിൽ ഞങ്ങൾ അത് അംഗീകരിക്കാം എന്ന് EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള അന്നത്തെ നേതാക്കന്മാർ, അന്നത്തെ മുന്നണിയുടെ നേതാക്കന്മാർ പറഞ്ഞു. അങ്ങനെയാണ് മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ ശ്രമങ്ങൾ നടക്കുന്നത്. 1969 മലപ്പുറം